നമ്മുടെ ദീനിൻ്റെ കാര്യത്തിൽ നമുക്ക് അഭിമാനം തോന്നിയിട്ടുണ്ടോ? ഞാനൊരു മുസ്ലിമായി എന്നതിൽ നമ്മൾ സന്തോഷിച്ചിട്ടുണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയാകാൻ എനിക്ക് കഴിഞ്ഞു, അള്ളാഹു അതിനെ എന്നെ തിരഞ്ഞെടുത്തു, അത് എത്ര വലിയ അനുഗ്രഹമാണ് എന്ന് നമ്മൾ ഓർക്കാറുണ്ടോ? സൽമാൻ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വന്നിട്ട് എതിരാളികൾ ചോദിക്കുന്നുണ്ട്, ഖദ് അല്ലമക്കും നബിയുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ല ഷൈഇൻ ഹത്തൽ ഖിറാഅ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ? നിങ്ങളെ നബി നിങ്ങൾക്ക് ദീനിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? ടോയ്ലറ്റ് പോകുമ്പോഴുള്ള മര്യാദ വരെ നിങ്ങളെ നബി പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കാൻ, കളിയാക്കാൻ. അപ്പോൾ തല ഉയർത്തിയിട്ട് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അജൽ, ഞങ്ങളുടെ നബി അതും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് അഭിമാനമാണ്. അത് നമ്മുടെ ദീനിൽ എല്ലാ നിയമങ്ങളുണ്ട്. ഒരു മനുഷ്യൻ എഴുന്നേൽക്കുന്ന മുതൽ അയാളുടെ വിരിപ്പിലേക്ക് മടങ്ങുന്ന വരെയുള്ള A to Z കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുപോലത്തെ വേറെ ഏത് ദീനാണുള്ളത്? എന്നാലും നമ്മളെ ഉമ്മത്തിലെ ചില ആൾക്കാരുടെയൊക്കെ കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ നമ്മളെ ദീന് പോരാ, ഇതിലെ ആഘോഷങ്ങളൊന്നും നമുക്ക് മതിയാവൂല, നമുക്ക് വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ വേണം എന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇന്നൊക്കെ ഒരുപാട് ക്യാമ്പസുകളിൽ ഓണാഘോഷ പരിപാടി നടക്കാൻ, അവിടെ മഹാബലിയുടെ വേഷം കെട്ടുന്നത്, പൂക്കളിടുന്നത്, ചെണ്ട കൊട്ടുന്നത്, സെറ്റ് സാരി എടുത്ത് തുള്ളുന്നത് ഒക്കെ ആരാണ്? ഈ ഉമ്മത്തിൽപ്പെട്ട ആൾക്കാരാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോലം കെട്ടുന്നത്? ആരെ ബോധ്യപ്പെടുത്താനാണിത്? ആരെ തൃപ്തിപ്പെടുത്താനാണിത്? അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടിയാൽ അതല്ലേ നമുക്ക് ഏറ്റവും വലുത്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരുടെ തൃപ്തി കിട്ടി അള്ളാഹുവിൻ്റെ തൃപ്തി ഇല്ലെങ്കിൽ അങ്ങനെ എന്തായാലും ഉണ്ടാവില്ല. അതുകൊണ്ട് എന്താ കാര്യം? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ ദഅ ജിബ്രീൽ. അള്ളാഹു ഒരു അടിമ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു ജിബ്രീലിനെ വിളിക്കുന്നതാണ്. ഇന്നി ഉഹിബ്ബു ഫുലാന ഫഅഹിബ്ബഹു. എനിക്കൊരാളെ ഇഷ്ടമാണ്, ജിബ്രീൽ അയാളെ നീയും ഇഷ്ടപ്പെടണം. ഫയുഹിബ്ബുഹു ജിബ്രീൽ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യനെ ഇഷ്ടപ്പെടും. എന്നിട്ട് ആകാശലോകത്ത് വിളിച്ചു പറയുന്നതാണ്, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാന ഫഅഹിബ്ബു. അള്ളാഹു ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ മനുഷ്യനെ ഇഷ്ടപ്പെടണം. അങ്ങനെ ആകാശലോകത്തുള്ളവർ ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നതാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ ഭൂമിയിൽ ആ മനുഷ്യൻക്ക് അള്ളാഹു സ്വീകാര്യത കൊടുക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നമുക്ക് സ്ഥാനം കിട്ടുക, അവർ നമ്മളെ ഇഷ്ടപ്പെടുക, നമ്മളെ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അള്ളാഹു ഒരാളുടെ ഹൃദയത്തിൽ ഇട്ട് കൊടുക്കുന്നതാണ്. അത് നമ്മൾ കുറേ കാട്ടിക്കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സഹോദരന്മാർ കൊണ്ടുപോയിട്ട് കിണറ്റിലിട്ടു. ആടിൻ്റെ ചോര കഴിച്ചിട്ട് ചെന്നായി പിടിച്ചുകൊണ്ടേ എന്ന് പറഞ്ഞിട്ട് യാക്കൂബ് നബിയുടെ മുമ്പിലേക്ക് അവർ വന്നു. യാക്കൂബ് നബിയിൽ നിന്ന് യൂസുഫ് നബിയെ അകറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തി. എന്തിനാണ്? വാപ്പാൻ്റെ സ്നേഹം കിട്ടാനാണ്. എന്നിട്ട് അവസാനം എന്താ ഉണ്ടായത്? ഒരാളുടെ ഉള്ളിൽ നമ്മളോട് സ്നേഹം ഉണ്ടാകണമെങ്കിൽ, നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ അത് അള്ളാഹു തീരുമാനിക്കണം. ഇതിന് പറയുന്നൊരു ന്യായം എന്താണെന്ന് വെച്ചാൽ, ഓണം എന്ന് പറഞ്ഞാൽ അതൊരു മതപരമായ ആഘോഷമൊന്നുമല്ല, അത് കേരളത്തിൻ്റെ ഉത്സവമാണ്. ഓണത്തിൻ്റെ ചരിത്രം പഠിച്ചാൽ മതി, എവിടെ നിന്നാണ് ഓണം തുടങ്ങിയത്, അതിൻ്റെ പുരാണം നമ്മൾ കേട്ടാൽ മതി. ദീനെ നമ്മൾ ദീനായിട്ട് തന്നെ കാണണം. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് നമുക്ക് പറയാൻ പറ്റണം. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും ഒരു പ്രത്യേക ടീമിനോട്, അവർക്ക് മാത്രം പ്രത്യേകമായൊരു സംഗതിയിൽ ഒരാൾ സാദൃശ്യപ്പെടുന്നുണ്ടെങ്കിൽ അവൻ അവരിൽപ്പെട്ടവനാണെന്നാണ്. നമ്മുടെ നാട്ടിലൊരു ആഘോഷം ഏതെങ്കിലും ഒരു പ്രത്യേക ടീമിൻ്റേതാണെങ്കിൽ അതിൽ നമ്മളും പോയിട്ട് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരിൽപ്പെട്ടവനാണെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ചില ആൾക്കാരുടെയൊക്കെ ഓണാഘോഷം പള്ളിയിലാണ് നടക്കുന്നത്. എന്നിട്ട് അതിനെന്താ ന്യായം? നജ്റാനിൽ നിന്നൊരു സംഘം വന്നിരുന്നു. ആ സംഘത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഓരോ ഇബാദത്തുകൾ ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുത്തു. ഒരു ക്രിസ്ത്യാനികളായിരുന്നു ഞാൻ. നമ്മൾ അറിയേണ്ടത്, ഒരു ഹദീസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഹദീസ് സ്വീകരിക്കണമെങ്കിൽ അത് സഹീഹാകണം, സ്ഥിരപ്പെടണം. നമ്മളെ ദീൻ എത്ര പെർഫെക്റ്റാണ്. 5 നിബന്ധനകൾ, ആ 5 നിബന്ധനകൾ പാലിക്കപ്പെട്ടാലേ ഒരു ഹദീസ് സഹീഹാകുള്ളൂ. ഈ നജ്റാനിലെ സംഭവം സഹീഹായിട്ട് വന്നിട്ടില്ല. മാത്രമല്ല അത് ഖുർആനെതിരാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർക്ക് ഓതിക്കൊടുത്ത ആയത്താണ്, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ. പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്, ആ പള്ളിയിൽ വേറെ ആരെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. പിന്നെ ആ പള്ളിയിൽ വേറൊരാൾക്ക് ഇബാദത്ത് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗകര്യം ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ വിരോധാഭാസമാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം
മുസ്ലിം അല്ലാത്ത ഒരാളോട് ഒരു നിലക്കും സഹകരിക്കാൻ പാടില്ല എന്നൊന്നുമല്ല. അങ്ങനെ ആർക്കും നമുക്ക് വാദമില്ലല്ലോ, അങ്ങനെ നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടുമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സമയത്ത് നബിൻ്റെ പടയെങ്കിൽ ആരുടെ കയ്യിലാണ്? ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ കയ്യിലാണ്. സഹാബിമാരുടെ കയ്യിലാണോ? 30 സാ ഗോതമ്പിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പണയം വെച്ചത് ഒരു ജൂതൻ്റെ കയ്യിലാണ്. മദീനയിലെ ജൂതപ്പെണ്ണ് വിരുന്നിന് വിളിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ക്ഷണം സ്വീകരിച്ചില്ലേ? സംഭവം ആട്ടിറച്ചിയിൽ വിഷം പുരട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ള വേറെ കാര്യം. ആ ക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജൂതനായ ഒരു ഭൃത്യനുണ്ടായിരുന്നു, ജൂതനായൊരു കുട്ടി. അപ്പോൾ ഓരോരോ ഇടപാടും പാടില്ല എന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല, അങ്ങനെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുമില്ല. ദീനെ നമ്മൾ ദീനായിട്ട് കാണണം. ആ ദീനിൻ്റെ വിഷയത്തിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകളില്ല. ഇവിടെ നമുക്ക് തോന്നിയ പോലെ ഒന്നും ജീവിക്കാൻ പറ്റില്ല. എന്തിനാ അപ്പോൾ അതൊക്കെ ഇങ്ങനെ വളരെ കർശനമായിട്ട് പറയുന്നത്, ഇത്ര വാശി പിടിക്കുന്ന, അതിലൊക്കെ എന്താ അപ്പോൾ ഇത്ര നിർബന്ധം? ഇവിടെ നമുക്ക് തോന്നിയ പോലെ ജീവിക്കാൻ പറ്റില്ല, അതുതന്നെയാണ് പ്രശ്നം. അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു കവിതയുണ്ട്, വളരെ മനോഹരമായ, നമ്മളേറെ ചിന്തിപ്പിക്കേണ്ട വരികളാണ്. വലൗ അന്ന ഇദാ മുത്ന തുരിക്ന ലകാനൽ മൗതു റാഹത കുല്ലി ഹയ്യിൻ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ വെറുതെ കണ്ട് ഒഴിവാക്കി വിടുമായിരുന്നുവെങ്കിൽ, മരണത്തോടു കൂടി തീരുമായിരുന്നുവെങ്കിൽ ആ മരണം എന്നുള്ളത് എല്ലാവർക്കും നല്ലൊരു ആശ്വാസമായിരുന്നു. അതോടുകൂടി അവസാനിച്ചല്ലോ. വലാകിന്ന ഇദാ മുത്ന ബുഇസ്ന വനുസ്അലു ബഅദ ദാ അൻ കുല്ലി ഷൈഇൻ. പക്ഷേ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹു വെറുതെ വിടുന്നില്ല, ചോദ്യങ്ങളുണ്ട്. ഓരോന്നിനും നമ്മൾ മറുപടി പറയേണ്ടി വരും, നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അപ്പോൾ അവിടെ ഉത്തരം പറയാൻ നമുക്ക് പറ്റണം, അതിന് നമ്മൾ ഒരുങ്ങുക. അള്ളാഹു ദീന് അനുസരിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ.